ഭഗവാൻ എന്നും ഉറങ്ങുന്ന സമയത്ത് യശോദാമ്മ രാമൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ തന്നെ കഥയാണ്, അദ്ദേഹത്തിൻ്റെ ത്രില്ലിങ് എക്സ്പീരിയൻസസ് അല്ലേ. നമ്മൾ ഈ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഹീറോയിക് ആക്ടിവിറ്റീസ് ഒക്കെ കാണത്തില്ലേ, ഹീറോ സ്റ്റണ്ടും അതും ഇതുമൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞതാണ് രാമചരിതം, ശ്രീരാമചരിതം. അത് ഭഗവാന് പോലും ത്രില്ലടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. രാമായണ കഥകൾ പാടാൻ വേണ്ടി ലവകുശന്മാർ അയോധ്യയിലെത്തിയപ്പോൾ ലവനും കുശവനും പറയുന്ന ആ രാമായണം എല്ലാ അയോധ്യാവാസികളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരുന്ന ശ്രീരാമചന്ദ്രമൂർത്തി വളരെയധികം ആകാംക്ഷയോടുകൂടിയും ആനന്ദത്തോടു കൂടിയും രാമായണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ആനന്ദിച്ച് മഗ്നരായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലായി, എന്നെക്കാട്ടിയും കൂടുതൽ ആനന്ദം അയോധ്യവാസികൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കുമാണ്. അതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി വിചാരിച്ചു, ചിലപ്പോൾ ഞാൻ ഈ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നുകൊണ്ടായിരിക്കും. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരും താഴെ ഇരുന്നിട്ടാണല്ലോ കേൾക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ശ്രീരാമചന്ദ്രമൂർത്തി എന്ത് ചെയ്തു, ആരും അറിയാതെ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി ആരും അറിയാതെ പ്രജകളുടെ ഇടയിൽ പോയിരുന്നു കേൾക്കാനായിട്ട്, കൂടുതൽ രസം ലഭിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രജകൾ ആരും അറിഞ്ഞില്ല, കാരണം അവരെല്ലാവരും 100% അറ്റൻറ്റീവായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അവരാരും ശ്രദ്ധയോടുകൂടി കേൾക്കാൻ വേണ്ടിയല്ല ഇരിക്കുന്നത്. ഇനി രാമനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നൊന്നും വിചാരിച്ചില്ല. ഭഗവാൻ ശ്രീരാമൻ്റെനോടുള്ള ഒരു ആകർഷണം കൊണ്ട് അവർ സ്വമേധയെ അങ്ങ് ആകർഷ്ടരായി പോകുകയാണ്. അന്നേരം ശ്രദ്ധയോടുകൂടി അവർ കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുകയല്ല, ആ സ്വമേധയ ആ ശ്രദ്ധയോടുകൂടി അങ്ങ് ആവുകയാണ്. ശ്രീരാമ ഭഗവാൻ അവിടെ ചെന്ന് പ്രജകളുടെ കൂട്ടത്തിലിരുന്നു. പ്രജകളുടെ കൂട്ടത്തിലിരുന്നപ്പോൾ അവരാരും അറിഞ്ഞില്ല ഭഗവാൻ അവിടെ ഇരിക്കുന്നതായിട്ട്. അങ്ങനെ രാമായണം ഇങ്ങനെ രസിച്ച് കേട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ രാമായണ കഥകളൊക്കെ കേട്ടപ്പോൾ ത്രില്ലടിച്ചു. ഭഗവാന്റെ വില്ലെടുക്കുന്ന രംഗമൊക്കെ കണ്ടപ്പോൾ, നമ്മൾ പൊതുവെ ആക്ഷൻ സീനൊക്കെ കാണുമ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന ആളുടെ തൊടയിൽ ഒറ്റ അടിയാണല്ലോ. അതേപോലെ ഇദ്ദേഹം പ്രജകളൊക്കെ ആനന്ദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തൊരിക്കുന്ന ഒരാളുടെ തൊടയിൽ ടപ്പ് എന്ന് പറഞ്ഞ ഒറ്റയടി. പ്രജകളുടെ ഇടയിലിരുന്ന ആ അടിച്ച ആള് ആരാണ് അടുത്ത ഇരിക്കുന്നതെന്ന് കണ്ടില്ല, അങ്ങ് അടിച്ചു. പക്ഷെ അടിച്ചത് ഭഗവാന്റെ തുടയിലായിരുന്നു. അന്നേരം ഭഗവാൻ വിചാരിച്ചു, ഇനി ഇവിടെ ഇരുന്ന് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ ശ്രീരാമചന്ദ്രമൂർത്തി നേരെ സിംഹാസനത്തിൽ പോയിരിക്കുകയാണ്. അന്നേരം ഭഗവാന് പോലും കേൾക്കാൻ വളരെ ഇഷ്ടമാണ് ശ്രീരാമചരിതം. തുടക്കത്തിൽ നിന്നാണെങ്കിലും അന്ത്യത്തിൽ നിന്നാണെങ്കിലും മധ്യത്തിൽ നിന്നാണെങ്കിലും രാമായണത്തിൽ മാധുര്യം നിറഞ്ഞു നിൽക്കുകയാണ്.